ഒമാനെതിരെ നടന്ന രണ്ടാം ട്വന്റി മത്സരത്തിൽ കേരള ക്രിക്കറ്റ് ടീമിന് 1 റൺസിന്റെ വിജയം. ആദ്യ മത്സരത്തിൽ ഒമാനോട് പരാജയപ്പെട്ട കേരളം രണ്ടാം മത്സരത്തിൽ ആവേശകരമായ വിജയമാണ് നേടിയത്. ടോസ് നേടിയ ഒമാൻ ചെയർമാൻ 11 കേരളത്തെ ആദ്യം ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത കേരളം നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 166 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഒമാന് 8 വിക്കറ്റ് നഷ്ടത്തിൽ 165 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. കേരളത്തിന് കൃഷ്ണപ്രസാദ് അർദ്ധ സെഞ്ചുറി നേടി 59 റൺസുമായി കേരളത്തിന്റെ ടോപ്പ് സ്കോറർ ബാറ്ററായി മാറിയപ്പോൾ വിഷ്ണു വിനോദ് 30 റൺസാണ് കേരളത്തിനു വേണ്ടി നേടിയത്. അഗി സക്കറിയ കേരളത്തിനു വേണ്ടി 3 വിക്കറ്റുകൾ വീഴ്ത്തി. അവസാന പന്ത് വരെ ആവേശം നിറഞ്ഞ മത്സരത്തിൽ അവസാന പന്തിൽ ഒമാന്റെ വിക്കറ്റ് നേടി ആസിഫാണ് കേരളത്തിന് വിജയം സമ്മാനിച്ചത്. അവസാന 3 ഓവറുകളിൽ കേരള ബൗളർമാർ ഒമാന്റെ 5 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. വനിതാ ഏകദിന ലോകകപ്പിന് മുന്നോടിയായി നടന്ന സന്നാഹ മത്സരത്തിൽ ഇന്ത്യൻ വനിതകൾക്ക് വമ്പൻ തോൽവി. ഇംഗ്ലണ്ടിനോട് 154 റൺസിനാണ് ഇന്ത്യ തോറ്റത്. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഇന്ത്യക്കെതിരെ നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 340 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ 34-ാം ഓവറിൽ 187 റൺസിന് ഓൾ ഔട്ട് ആകുകയായിരുന്നു. 66 റൺസ് നേടിയ ജമീമ റോഡ്രിഗസ് ആണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലെ ടോപ്പ് സ്കോറർ ബാറ്റർ. അതേസമയം മറ്റൊരു സന്നാഹ മത്സരത്തിൽ ന്യൂസിലാൻഡിനെതിരെ നടന്ന മത്സരത്തിൽ മലയാളി താരമായ മിന്നുമണി നയിച്ച ഇന്ത്യ എ ടീമിന് വിജയം. 4 വിക്കറ്റിനായിരുന്നു ഇന്ത്യ എ ടീം ന്യൂസിലാൻഡിനെ തകർത്തത്. ഈ ഒരു മത്സരത്തിൽ 70 റൺസ് നേടി ടോപ്പ് സ്കോററായ ശബാലി വർമ്മയ്ക്കൊപ്പം ഇന്ത്യൻ ക്യാപ്റ്റനായ മിന്നുമണി മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തി. പുറത്താകാതെ 39 റൺസാണ് മിന്നുമണി നേടിയത്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.